രാത്രിയിൽ മീൻ കൊണ്ടുവന്നാൽ അത് വെട്ടിക്കറി വെക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിയിൽ അച്ഛൻ ചൂര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കേരച്ചൂരയായിരുന്നു. എന്നാൽ പിന്നെ അത് വെട്ടിക്കറി വെച്ച് കഴിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞ് ഞാനും അങ്ങനെ മീനൊക്കെ വെട്ടി ക്ലീൻ ആക്കി എടുത്ത്. എന്നിട്ട് പിന്നെ ഉള്ളി നോക്കിയപ്പം കുച്ചുള്ളി ഇല്ലായിരുന്നു. എന്നാൽ പിന്നെ സവാള വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സവാള കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ ചിൻചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എണ്ണ വെച്ച് ആ സവാള ഒന്ന് മൂത്ത് വന്നപ്പോൾ 3 എന്ന രീതിയിൽ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി എടുത്ത് അതൊന്ന് മൂപ്പിച്ച് വെള്ളം ഒഴിച്ചങ്ങ് മാറ്റി. പിന്നെ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ബാക്കിയുള്ള സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി നമ്മൾ മുമ്പ് മൂപ്പിച്ച് വെച്ച ആ മുളക് പൊടിയൊക്കെ ഇല്ലേ അത് അരച്ച് ഇതിലേക്ക് ഒഴിച്ച് ഉപ്പിട്ട് പുളിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്നടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി സെറ്റ്. രാവിലെ ആയാലും രാത്രി ആയാലും കുക്കിങ്ങിനേക്കാൾ എനിക്ക് പ്രയാസം ക്ലീനിങ് ആണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ടായിരിക്കും. ക്ലീനിങ് മടിയുള്ള ജോലിയാണെന്നും കരുതി ക്ലീൻ ചെയ്തായിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓടി നടന്ന് ഞാൻ എല്ലാം അങ്ങ് സെറ്റാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ ദാണ്ട കിടക്കുന്ന ഒരു പാത്രം കൂടി. എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് വൃത്തിയാക്കിയിട്ട് പോയേക്കാമെന്ന് കരുതി അത് ഞാനങ്ങ് കഴുകി വെച്ച് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി വറ്റി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ടച്ചപ്പ് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി ഒന്ന് ഉപ്പ് നോക്കിയപ്പം നല്ല ടേസ്റ്റി കേട്ടോ. എന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുമല്ലേ, ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. അടുക്കള പണിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേഗം കുളിക്കാൻ ഓടിപ്പോയതാണ്. അപ്പോഴാണ് ദാണ്ട ഇവ മറവഴക്ക്. പിന്നെ അതിനും സമാധാനം പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. അങ്ങനെ കുളിച്ച് ഒരുങ്ങി വന്ന് നേരെ ഞാൻ ചോറ് കഴിക്കാൻ പോയത്. വെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ രാത്രി ഇമ്മാതിരി ചോറ് തിന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മിക്ക ദിവസവും രാത്രി ചോറ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട ഇന്ന് ഞാൻ ചോറും ഒരു പീസ് മീനും പിന്നെ ഒരു തല പീസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ രാവിലത്തെ ഉണക്ക കൊഞ്ച് തീയലും എല്ലാം കൂടി ഒരു പിടി പിടിച്ചപ്പം എൻ്റെ സ്വർഗം.